ഹായ് എവരി വൺ, വെൽക്കം ടു പ്രോസസ് പി എസ് സി. ഞാൻ നിയാസ് സലീം. കേരള പി എസ് സി 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോഴ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കോഴ്സിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ കുറിച്ചിട്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക്കാണ്. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. അതേപോലെ ഇതേ ടോപ്പിക്ക് തന്നെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. എവിടെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള മുന്നേറ്റങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്തും ഈ പറയുന്ന ടോപ്പിക്ക് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യണം. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗഗൻയാൻ പ്രോജക്ട് ഗഗൻയാൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഗഗൻയാൻ പദ്ധതി? ഗഗൻയാൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷൻ പ്രോജക്റ്റ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് മാൻഡ് സ്പേസ് മിഷൻ പ്രോജക്ട്. എന്താണ് ഈ മാൻഡ് സ്പേസ് മിഷൻ പ്രോജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് 2022 കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷൻ പ്രോജക്റ്റും കൂടിയാണ് ഏത്? ഗഗൻയാൻ. അപ്പൊ 2022 കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? ഗഗൻയാൻ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന ഫാക്ടർ, ഈ പദ്ധതി പൂർത്തിയാവുന്നതോടുകൂടി, അതായത് ഈ ദൗത്യം പൂർത്തിയാവുന്നതോടുകൂടി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് മാറും ഇന്ത്യ. അതിന്റെ അർത്ഥം എന്താ? 3 രാജ്യങ്ങൾ ഇതിനു മുൻപ് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ പറയുന്ന പോലെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചത്? ഏതൊക്കെ രാജ്യങ്ങളാണ്? റഷ്യ, ചൈന, അമേരിക്ക. ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഈ ദൗത്യം പൂർത്തിയാവുന്നതോടുകൂടി ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. ഇതിനു മുമ്പ് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ചിട്ടുള്ള രാജ്യങ്ങൾ 3 പേര്: റഷ്യ, ചൈന, അമേരിക്ക. ഇനി ആരാണ് ഈ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ? ഈ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടൺ. അപ്പൊ ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? അത് ആർ ഹട്ടൺ. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് ഈ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ISRO ഒരു പുതിയ സ്ഥാപനം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ISRO ഒരു പുതിയ സ്ഥാപനം രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് HSFC. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, HSFC. അപ്പൊ ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ISRO ഒരു പുതിയ സ്ഥാപനം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്ഥാപനമാണ് ഏത്? ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത് ബംഗളൂരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗളൂരു. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതായത് ഈ പദ്ധതിയിൽ ഈ ദൗത്യത്തിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഗഗൻയാൻ പദ്ധതിയിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ രാജ്യങ്ങളാണ് സഹായിക്കുന്നത്? 1 ഫ്രാൻസ്, 2 റഷ്യ. ഈ 2 രാജ്യങ്ങളാണ് ഇന്ത്യയെ ഗഗൻയാൻ പദ്ധതിയിൽ സഹായിക്കുന്ന രാജ്യങ്ങൾ. അപ്പൊ ഓർത്തിരിക്കുക, 2022 കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതി ഗഗൻയാൻ. പദ്ധതി പൂർത്തിയാവുന്നതോടുകൂടി 4ാമത്തെ രാജ്യമായിട്ട് മാറും. 3 രാജ്യങ്ങൾ ഓൾറെഡി ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ചിട്ടുണ്ട്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടൺ. ദെൻ HSFCയെ പറ്റി, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനെ പറ്റി ഓർത്തിരിക്കുക. ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ISRO രൂപീകരിച്ച പുതിയ സ്ഥാപനം. ഓക്കെ, ഇത്തരം കാര്യം ഗഗൻയാൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു പോയിന്റ് ഓർക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യോമമിത്രയെ പറ്റി. വ്യോമമിത്ര എന്ന് പറയുന്നത് ഒരു റോബോട്ടാണ്, ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്, ഹ്യൂമൻ റോബോട്ടാണ്. അതായത് ISRO നമ്മുടെ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പായിട്ട് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര. ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനെ വികസിപ്പിക്കുന്ന സ്ഥാപനം ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് ആണ്. വട്ടിയൂർക്കാവിൽ സ്ഥിതി ചെയ്യുന്നു. അതൊന്നും വേണ്ട, ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട്, ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് വ്യോമമിത്ര. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഉപഗ്രഹത്തെ പറ്റിയാണ്. ഉപഗ്രഹത്തിന്റെ പേരാണ് കലാംസാറ്റ് V2.
അതായത് ISRO വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം. വെറും 1.26 കിലോഗ്രാം മാത്രമേ ഈ ഉപഗ്രഹത്തിന് ഭാരമുണ്ടായിരുന്നുള്ളൂ. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ISRO വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റും കൂടെ ഇവിടെ ഓർത്തിരിക്കുക. അതാണ്, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച്, ഏതാണ് സ്വകാര്യ സ്ഥാപനം? ഈ പ്രോജക്ട് വികസിപ്പിച്ച, ഈ സാറ്റലൈറ്റ് വികസിപ്പിച്ച സ്ഥാപനമാണ് സ്പേസ് കിഡ്സ് ഇന്ത്യ. എവിടെയാണിത്? ചെന്നൈയിലാണ്. ചെന്നൈ. അപ്പൊ ചെന്നൈയിലുള്ള ഈ സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് കലാംസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വികസിപ്പിക്കുന്നത്. അപ്പൊ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹവും കൂടിയാണ് ഏത്? കലാംസാറ്റ് V2. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ, ലോകത്തിലെ ISRO വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം. രണ്ടും ഏതാണ്? കലാംസാറ്റ് V2. അടുത്ത നമുക്ക് നോക്കേണ്ടത് ചന്ദ്രയാൻ 2 പറ്റിയാണ്. ചന്ദ്രയാൻ 2 നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. അപ്പൊ ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 2. അപ്പൊ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ്? അത് ചന്ദ്രയാൻ 1 ആണ് അല്ലെ? അത് ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രയാൻ 1 എന്നാണ് ലോഞ്ച് ചെയ്തത്? ചന്ദ്രയാൻ 1 അത് 2008 ഒക്ടോബർ 22-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. അപ്പൊ അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അതുകൊണ്ട് നമുക്ക് ചന്ദ്രയാൻ 2 ഒന്നുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം. കാരണം ഈ അടുത്തിടയ്ക്ക് നടന്ന പരീക്ഷയ്ക്കെല്ലാം ചന്ദ്രയാൻ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത് 2019 ജൂലൈ മാസം 22-ാം തീയതിയാണ്. 2019 ജൂലൈ മാസം 22-ാം തീയതി. ഇനി 2 ഇമ്പോർട്ടന്റ് കോമ്പോണന്റ്സിനെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് ലാൻഡർ, 2 റോവർ. ഈ ചന്ദ്രയാൻ 2 ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഒന്ന് ലാൻഡറും റോവറും. ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് ലാൻഡർ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് ഓർത്തിരിക്കുക. ഓക്കെ, ലാൻഡറിന്റെ പേരാണ് വിക്രം, റോവറിന്റെ പേര് പ്രഗ്യാൻ. ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേര് പ്രഗ്യാൻ. ഇത് ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ പേരെന്താ? വിക്രം. വിക്രം ലാൻഡർ. റോവറാണ് പ്രഗ്യാൻ. എവിടെ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? അല്ലെങ്കിൽ ചന്ദ്രയാൻ 2 വിക്ഷേപണ സ്ഥലം, ചന്ദ്രയാൻ 2 വിക്ഷേപണ സ്ഥലം എവിടെയാണ്? അത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ചന്ദ്രയാൻ 2 വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. എവിടെയാണത്? ഇത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട. ഓക്കെ, ഇനി ഈ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? കെ ശിവൻ. ISROയുടെ ചെയർമാൻ കെ ശിവൻ. പ്രത്യേകത എന്താണ്? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കെ ശിവൻ. അപ്പൊ വിക്ഷേപണ സമയത്ത്, ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ കെ ശിവൻ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ഇനി പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഈ ചന്ദ്രയാൻ 2 ഫുൾ പ്രോജക്ടിന്റെ ഡയറക്ടറാണ് വനിത മുത്തയ്യ. തിരിഞ്ഞു പോകരുത്, പ്രോജക്ട് ഡയറക്ടറും ഉണ്ട്, അതേപോലെ മിഷൻ ഡയറക്ടറും ഉണ്ട്. ഓക്കെ, ഈ മിഷൻ എക്സിക്യൂട്ട് ചെയ്ത വ്യക്തിയാണ്, മിഷൻ ഡയറക്ട് ചെയ്ത വ്യക്തിയാണ്, എക്സിക്യൂട്ട് ചെയ്ത വ്യക്തിയാണ് ആര്? അത് ഋതു കരുതൽ. ഋതു കരുതൽ. പ്രത്യേകതയുണ്ട്. എന്താ? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഋതു കരുതലാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതലാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതലാണ്. അപ്പൊ റോക്കറ്റ് മാൻ കെ ശിവൻ, റോക്കറ്റ് വുമൺ ഋതു കരുതൽ. ഇനി ചന്ദ്രയാൻ 2 ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം, ഏത് രാജ്യത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് ചന്ദ്രയാൻ 2 ഇന്ത്യ വിക്ഷേപിക്കുന്നത്? അത് റഷ്യയാണ്. റഷ്യ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ചന്ദ്രയാൻ 2 ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് ഓർത്തിരിക്കുക. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലാൻഡറിന്റെ റോവറിന്റെ പേര് ഓർത്തിരിക്കുക. അതേപോലെ വിക്ഷേപണ സമയത്തെ ചെയർമാനെ പറ്റി ഓർത്തിരിക്കുക. ദെൻ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ആരാണ്? ഓർത്തിരിക്കുക. ഇനി ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? അടുത്ത പ്രോജക്റ്റ് ആണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. അതിന്റെ പ്രോജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ. ഓർത്തിരിക്കുക, ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത്
ആദിത്യ L1. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. അതായത് സൂര്യന്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുവാനായി ISRO രൂപകൽപ്പന ചെയ്ത സൂര്യപര്യവേഷണ ഉപഗ്രഹം. ഓക്കെ, ഈ ഒരു പോയിന്റ് മാത്രം ഇങ്ങനെ അടിവരയിട്ട് പഠിക്കാം. ISRO രൂപകൽപ്പന ചെയ്യുന്ന സൂര്യ പര്യവേഷണ ഉപഗ്രഹം, അത് ആദിത്യ L1. ആദിത്യൻ സൂര്യൻ എന്നുള്ള ഒരു കണക്ഷൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പൊ ISRO രൂപകൽപ്പന ചെയ്യുന്ന സൂര്യ പര്യവേഷണ ഉപഗ്രഹം ഏതാണ്? അത് ആദിത്യ L1. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മംഗൾയാൻ. മംഗൾയാനെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യമാണ് ഏത്? മംഗൾയാൻ പദ്ധതി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ പദ്ധതി. വളരെ പ്രത്യേകതയുള്ളതാണ്. അതായത് ചൊവ്വാ ദൗത്യം ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. ചൊവ്വാ ദൗത്യം ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. വിക്ഷേപിച്ചത് 2013 നവംബർ 5-ന്. എവിടെ നിന്ന് വിക്ഷേപിച്ചു? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെ? ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നും മംഗൾയാൻ 2 വിക്ഷേപിച്ചു. ഇതുപോലുള്ള ക്വാളിറ്റി കണ്ടന്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്